സാങ്കേതികവിദ്യയുടെ മായിക പ്രപഞ്ചത്തിൽ ലോകം മുങ്ങിത്താഴുന്ന 21-ാം നൂറ്റാണ്ട്. വിവര സാങ്കേതികവിദ്യ ഇന്ന് മനുഷ്യബന്ധങ്ങളിൽ വിപ്ലവം സൃഷ്ടിക്കുന്നു. 1872 ടെലിഗ്രാഫ് സംവിധാനം ഫ്രാൻസിൽ രൂപകൽപ്പന ചെയ്യപ്പെട്ടു. ആധുനിക വിവരവിനിമയ സംവിധാനങ്ങളുടെ തുടക്കമായിരുന്നു അത്. 1890 ആദ്യത്തെ ടെലിഫോൺ ബെൽ ലോകത്തിൽ മുഴങ്ങിയ വർഷം. 1891 ആദ്യത്തെ റേഡിയോ ശബ്ദിച്ചു. 1960 ആധുനിക മനുഷ്യന്റെ സ്വപ്നമായിരുന്ന ഉപഗ്രഹം വഴിയുള്ള വിവരവിനിമയം സാക്ഷാത്കരിക്കപ്പെട്ട വർഷം. 1968 വിവരസാങ്കേതിക വിദ്യയിൽ വിപ്ലവം സൃഷ്ടിച്ച ഇന്റർനെറ്റ് രൂപം കൊണ്ടു. 1973 മൊബൈൽ ഫോൺ എന്ന അതുവരെ ആധുനിക മനുഷ്യന്റെ മനസ്സിലുണ്ടായിരുന്ന സങ്കല്പം യാഥാർത്ഥ്യമായി തീർന്നു. 21-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ സോഷ്യൽ നെറ്റ്വർക്കിംഗ് എന്ന നവീന വിവരവിനിമയ ആശയം യാഥാർത്ഥ്യമായി. 2003 സോഷ്യൽ നെറ്റ്വർക്കിംഗ് രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച ഫേസ്ബുക്ക് രൂപം കൊണ്ടു. ലോകം മുഴുവൻ ഒരു ഗ്രാമമാക്കി കൈപ്പിടിയിലൊതുക്കാൻ മനുഷ്യനെ പര്യാപ്തമാക്കിയ ആധുനിക മാധ്യമങ്ങളുടെ ഈ യുഗത്തിൽ ഭൗതിക വളർച്ചയുടെ മാസ്മരിക ദൃശ്യങ്ങളാണ് അനുനിമിഷം നമ്മുടെ കൺമുന്നിൽ തെളിയുന്നത്. മനുഷ്യൻ ചെന്നെത്തിയ തുറകളിലെല്ലാം വികസനത്തിൻ്റെ മണികൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. സമയത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും ദൂരങ്ങൾ കുറഞ്ഞു വന്ന് അറിവുകളും നേട്ടങ്ങളും ഏതൊരാളുടെയും കയ്യെത്തും ദൂരത്തായി മാറി. എന്നാൽ കാലങ്ങളും ദൂരങ്ങളും തമ്മിൽ ബന്ധിപ്പിക്കപ്പെട്ടപ്പോൾ മനസ്സുകൾ തമ്മിൽ അകന്നു. സ്വാഭാവികവും ദൈവനിശ്ചിതവുമായ ബന്ധങ്ങൾ അറുത്തുമുറിച്ച മാനുഷിക സ്വാർത്ഥത കൃത്രിമ ബന്ധങ്ങളുടെയും താൽക്കാലിക നേട്ടങ്ങളുടെയും നൈമിഷിക വശ്യതയിൽ ആകർഷിക്കപ്പെട്ടതോടെ ആധുനിക മനുഷ്യൻ ഹൃദയമില്ലാത്തവനായി മാറി. ആത്മീയ കാഴ്ചപ്പാടുകളുടെ ജീവിതഗന്ധം അവരെ വിട്ടകന്നു തുടങ്ങി. ഇന്റർനെറ്റിന്റെ ഉത്ഭവം മുതൽ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളുടെ ഇന്നത്തെ വളർച്ച വരെയുള്ള കാലഘട്ടത്തിനുള്ളിൽ വിവരവിനിമയത്തിന്റെ സ്വഭാവം മാറ്റപ്പെടുകയും അത് ആഗോള സംസ്കാരങ്ങളെ ഒന്നുപോലെ സ്വാധീനിക്കുകയും ചെയ്തു. വിവരസാങ്കേതിക വിദ്യയുടെ ഉത്ഭവം മുതൽ ഏറെക്കാലം സൂക്ഷിച്ചിരുന്ന നന്മയുടെയും നല്ല ലക്ഷ്യങ്ങളുടെയും പിന്തുടർച്ചയെ ലോകം ചോദ്യം ചെയ്ത കാലം കൂടിയായിരുന്നു അത്. മാധ്യമങ്ങളുടെ ദുരുപയോഗത്തെയും ദുസ്വാധീനങ്ങളെയും കുറിച്ച് ആധുനിക ലോകം ചർച്ച ചെയ്തു തുടങ്ങി. എന്നാൽ ആധുനിക വിവരസാങ്കേതിക വിദ്യയുടെ അനന്ത സാധ്യതകളെയും ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തെയും ആത്മീയ ബോധ്യങ്ങളെയും സംയോജിപ്പിക്കാൻ കഴിഞ്ഞാൽ വലിയ ഫലങ്ങൾ ഉളവാകുമെന്ന് തിരിച്ചറിഞ്ഞ ചിലർ എന്നുമുണ്ടായിരുന്നു. ഈ കാലങ്ങളിൽ സഭയും മാർപ്പാപ്പമാരും ഇത്തരം മുന്നേറ്റങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങൾ ലോകത്തിൽ ഇന്ന് വളരെയേറെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഈ ഒരു കാലഘട്ടത്തിൽ സഭ എന്നും സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ആ മാധ്യമങ്ങളെല്ലാം സുവിശേഷ പ്രഘോഷണത്തിനും അതോടൊപ്പം തന്നെ ക്രൈസ്തവ സന്ദേശങ്ങളുടെ പ്രചാരണത്തിനുമായി ഉപയോഗിക്കണമെന്നും കഴിയാവുന്നത്ര അതെല്ലാം മനുഷ്യ നന്മയ്ക്കും പുരോഗതിക്കും വേണ്ടി ഉപയോഗിക്കണമെന്നും പരിശുദ്ധ പിതാക്കന്മാർ തങ്ങളുടെ പ്രബോധനങ്ങളിലൂടെയും ഔദ്യോഗിക രേഖകളിലൂടെയും സഭാമക്കളെ പഠിപ്പിക്കുന്നുണ്ട്. പണ്ടത്തേക്കാളെല്ലാം ഉപരിയായി ഇന്ന് സോഷ്യൽ നെറ്റ്വർക്ക്, സോഷ്യൽ മീഡിയ വളരെയേറെ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. ഈ സോഷ്യൽ മീഡിയയെയും
സുവിശേഷ പ്രഘോഷണത്തിനും പ്രാർത്ഥനാ കൂട്ടായ്മയുടെ വളർച്ചയ്ക്കും ഉപയോഗിക്കണമെന്ന സഭാപിതാക്കന്മാരുടെ, പ്രത്യേകിച്ച് പരിശുദ്ധ പിതാക്കന്മാരുടെ, മാർപ്പാപ്പന്മാരുടെ പ്രബോധനങ്ങൾ വിശ്വാസികളിൽ, ഏറ്റവും പ്രത്യേകമായി യുവജനങ്ങളിൽ ഒത്തിരിയേറെ പ്രചോദനം നൽകിയിട്ടുണ്ട്. ലോകത്ത് വിവിധ സ്ഥലങ്ങളിൽ വ്യക്തികളുടെ സംരംഭത്തിലും കൂട്ടായ്മയുടെ സംരംഭത്തിലും പ്രാർത്ഥനാ ഗ്രൂപ്പുകളുടെ സംരംഭത്തിലും ഒത്തിരിയേറെ സോഷ്യൽ മീഡിയ ഇവാഞ്ചലൈസേഷൻ നടക്കുന്നുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇത്തരുണത്തിലാണ് പ്രത്യേകമായി ജപമാല പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ പ്രസക്തി നമ്മൾ കാണേണ്ടത്. അതിന്ന് വളർന്ന് വളരെ വലിയൊരു കൂട്ടായ്മയായിട്ട് തീർന്നിരിക്കുന്നു എന്നത് സന്തോഷകരമാണ്. 70,000-ത്തിലധികം പേര് ഇന്ന് ഇതിൽ അംഗങ്ങളായിട്ടുണ്ട്. ഒരുപക്ഷെ ലോകത്തിലെ വലിയൊരു പ്രാർത്ഥനാ കൂട്ടായ്മയായിട്ട് നമുക്കിതിനെ കാണുവാൻ സാധിക്കും. ജപമാല പ്രയർ ഗ്രൂപ്പ് എന്ന ഇന്ന് ഫേസ്ബുക്കിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഏറെ ചലനങ്ങൾ ആത്മീയ മേഖലയിൽ ഉളവാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ തുടക്കം വളരെ ലളിതമായിരുന്നു. വിദ്യാഭ്യാസം പോലും താരതമ്യേന പരിമിതമായിരുന്ന ഇതിൻ്റെ തുടക്കക്കാരനായ ഷൈജു കുരീക്കലിൻ്റെ ഉള്ളിൽ തെളിഞ്ഞ ഒരു ചെറുതിരിനാളമാണ് പിന്നീട് ദൈവനിവേശിതമായൊരു ദൗത്യം തന്നെയായി സൈബർ ലോകത്തെ കീഴടക്കിയത്. ചെറുപ്പം മുതലേ CLC സംഘടനയിലൂടെ, മാതാവിൻ്റെ മരിയൻ സൊളാലിറ്റി ആയിരുന്ന CLC സംഘടനയിലൂടെയാണ് ചെറുപ്പം മുതലേ ദേവാലയത്തിലൊക്കെ പ്രവർത്തിച്ചു തുടങ്ങിയത്. അന്ന് മുതൽ തന്നെ മാതാവിനോടൊരു ഭക്തി എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതിൽ കൂടുതലായിട്ട് സംഘടനയുടെയൊക്കെ ചട്ടക്കൂട്ടിൽ നിന്ന് അപ്പുറത്തേക്ക് ധ്യാനം കൂടിയതിന് ശേഷം ജപമാല ഭക്തി പ്രചരിപ്പിക്കണമെന്നുള്ളൊരാഗ്രഹം എന്നിലുണ്ടായി. പക്ഷെ അതെങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം, ഒരു 10 വർഷത്തിനുള്ള കാത്തിരിപ്പിന് ശേഷം 2011 ജപമാല ഭക്തി പ്രചരിപ്പിക്കാൻ വേണ്ടി ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ വേണ്ടി പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട സമയത്ത് എനിക്കൊരു തോന്നലുണ്ടാവുകയാണ്. പക്ഷേ ഇൻ്റർനെറ്റ് എങ്ങനെയാണ്, അതിൻ്റെ സാധ്യതകളെ പറ്റി എനിക്കറിയില്ല. ഫേസ്ബുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതിനെ പറ്റിയൊന്നും എനിക്കറിയില്ലായിരുന്നു. എൻ്റെ സുഹൃത്തിൻ്റെ സഹോദരി അതിൻ്റെ ആദ്യത്തെ വശങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. അതിൻ്റെ പ്രാരംഭഘട്ടങ്ങളെപ്പറ്റി എനിക്ക് പറഞ്ഞു തന്നു. അതിലൂടെ ഫേസ്ബുക്കിലൊരു സാധാരണ അക്കൗണ്ട് തുടങ്ങി. പക്ഷേ അന്നും മരിഭക്തി പ്രചരിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ ജപമാല ഭക്തി പ്രചരിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ ജപമാല പ്രയർ ഗ്രൂപ്പ് ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹത്തിനേക്കാൾ ഉപരി അന്ന് സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ തമാശകൾ നിറഞ്ഞ പോസ്റ്റുകൾ, അങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെ ഇട്ട് തുടങ്ങി. പക്ഷേ 1 മാസം 2 മാസം കഴിഞ്ഞപ്പോൾ അതിലെന്തോ ഒരു ശൂന്യത തോന്നി. എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ, ഇതല്ല, കർത്താവിന് വേണ്ടി സുവിശേഷ വേല ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം നമ്മളിലേക്ക് വന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ജപമാല പ്രയർ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആദ്യമായിട്ട്. പക്ഷേ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ സന്തോഷമില്ലാത്തത് കൊണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് എൻ്റെ ഒരു സുഹൃത്ത് വഴി, ഒരു ടോബി ജോസ് എന്നൊരു സുഹൃത്ത് വഴി ജപമാല പ്രയർ ഗ്രൂപ്പ് എന്നുള്ള പേജ് ഉണ്ടാക്കുക. പക്ഷേ ഒക്ടോബർ 5-ാം തീയതി 2011 ഒക്ടോബർ 5-ാം തീയതി പേജ് ആരംഭിച്ചെങ്കിലും അതിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി കൂടുതലൊന്നും ചെയ്യാതെ നിന്നപ്പോഴത്തേക്കും ജനുവരി മാസത്തിൽ, ഒരു 13-ാം തീയതി ജനുവരി മാസത്തിൽ എൻ്റെ മനസ്സിലിങ്ങനെ ഫേസ്ബുക്കിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുക കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് ജപമാല പ്രയർ ഗ്രൂപ്പിൽ. അങ്ങനെ ആദ്യമായിട്ടൊരു 3-4 മാതാവിൻ്റെ വ്യത്യസ്തമായ പടങ്ങൾ അതിനകത്ത് പോസ്റ്റ് ചെയ്തു. അന്ന് അതുവരെ 14 അംഗങ്ങളുണ്ടായിരുന്ന പേജിൽ അന്ന് തന്നെ 65 അംഗങ്ങൾ ഉണ്ടാവുക. അപ്പോൾ അതൊരു കൂടുതൽ താല്പര്യം തോന്നി. അങ്ങനെ മാതാവിൻ്റെ വ്യത്യസ്തമായ ചിത്രങ്ങൾ, വചനങ്ങൾ അങ്ങനെ ഉൾക്കൊള്ളിച്ച് ചെയ്തു. അതിനുശേഷം വിശുദ്ധന്മാരുടെ യൂട്യൂബിലുള്ള വിശുദ്ധന്മാരുടെ ചരിത്രങ്ങൾ അതിനകത്ത് കുറിച്ചു. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കുറിച്ചു. പക്ഷെ അന്നും നമ്മുടെ മനസ്സിലുണ്ടായിരുന്നൊരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജപമാല ഭക്തി ഇൻ്റർനെറ്റ് വഴി പ്രചരിപ്പിക്കുമ്പോൾ, ഫേസ്ബുക്ക് വഴി പ്രചരിക്കുമ്പോഴും ഓരോ വീട്ടിൽ ഇതിൽ അംഗങ്ങളാവുന്ന ഓരോരുത്തരും ഒരു ദിവസം ഒരു ജപമാല വെച്ച് ചെല്ലുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. ഒരു ജപമാല വെച്ച് ചെല്ലുന്നത് ലോക സമാധാനത്തിന് വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി, അതുപോലെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി, അങ്ങനെയുള്ള ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി നിയോഗം വെച്ച് ജപമാല പ്രാർത്ഥന ചെല്ലുന്ന ഒരു കൂട്ടായ്മ നമ്മൾ അന്ന് ആരംഭിച്ചു. പ്രഥമ ദൃഷ്ടിയിൽ ലളിതമായ, ഒരു പക്ഷേ നിസാരമായ എന്ന് തന്നെ വിലയിരുത്തിയേക്കാവുന്ന എളിയ പ്രവർത്തനം. എന്നാൽ ഇതിൻ്റെ രീതികളും ഇടപെടലുകളും ഫലങ്ങളും മനസ്സിലാക്കുമ്പോഴാണ് ദൈവനിശ്ചിതമായ വലിയൊരു ദൗത്യം തന്നെയാണ് ഇത് എന്ന് ബോധ്യപ്പെടുക. ഇത് തുടങ്ങുവാനുണ്ടായിരുന്നൊരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CLC സംഘടന എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടക്കുന്ന സമയത്ത് അന്ന് പ്രൊമോട്ടറായിരുന്ന ആൻ്റണി നങ്ങേലിമാലി അച്ഛൻ ഒരു സംഭവം പങ്കുവെച്ചു. എന്ന് പറഞ്ഞാൽ
ഇൻ്റർനെറ്റിൽ 65% കാര്യങ്ങൾ ലോകത്തിന് ആവശ്യമില്ലാത്തതാണ്. അതിൽ 35% മാത്രമേ ലോകത്തിന് ആവശ്യമുള്ളൂ. അതിൽ ഒരു 3, 4, 5% മാത്രമേ ലോകരക്ഷകനായ അല്ലെങ്കിൽ നമ്മൾ മരണശേഷം നമുക്ക് നിത്യജീവൻ എന്ന് നമ്മൾ അവകാശപ്പെടുന്ന നിത്യജീവനിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇൻ്റർനെറ്റിലുള്ളൂ എന്നുള്ള ഒരു ആശയം ബഹുമാനപ്പെട്ട ആൻ്റണി അച്ഛൻ പങ്കുവച്ചു. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത, അപ്പോൾ മാർപ്പാപ്പമാർ കാലകാലങ്ങളിൽ പറഞ്ഞ ഒരു നിർദ്ദേശം, സഭയിലേക്കും യുവജനങ്ങൾക്കും നൽകിയ നിർദ്ദേശം ഇൻ്റർനെറ്റ് വഴി ദൈവത്തിൻ്റെ ഭക്തി, ലോകരക്ഷകനായ യേശുവിനെ പ്രചരിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടെ ആണ് ഈ ജപമാല പ്രയർ ഗ്രൂപ്പ് ഇതിൻ്റെ ഇൻ്റർനെറ്റിൻ്റെ സാധ്യതകളെപ്പറ്റി കൂടുതൽ അറിയാൻ ശ്രമിച്ചതും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയതും. സഭയിൽ വിശ്വാസം നഷ്ടപ്പെട്ട് വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്ന മക്കളിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹം, അതോടൊപ്പം തന്നെ സഭയുടെ കാര്യങ്ങൾ, സഭയുടെ വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ, എന്തുകൊണ്ട് സഭാവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് മറ്റുള്ളവർ ഏർപ്പെടുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകളിലേക്ക് മറ്റുള്ളവർ കടന്നു വരുന്നു, അങ്ങനെയുള്ളവരെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള രീതിയിലേക്ക് ഓരോരുത്തരെ പിടിച്ചു നിർത്താൻ വേണ്ടി ഇൻ്റർനെറ്റ് എന്ന മാധ്യമത്തിലൂടെ, ഫേസ്ബുക്ക് എന്ന മാധ്യമത്തിലൂടെ ചെറിയ തോതിൽ, വളരെ ചെറിയ തോതിൽ ചെയ്യുക എന്നുള്ള ലക്ഷ്യം. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തിരക്കുള്ള സമയത്ത് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഒന്നും ആൾക്കാർ കടന്നു പോകാത്തത് കൊണ്ട് ചെറിയ കാര്യങ്ങളിലൂടെ, ചെറിയ ചെറിയ ചിന്തകളിലൂടെ, സഭയുടെ ചെറിയ ചെറിയ പ്രബോധനങ്ങളിലൂടെ ആൾക്കാരെ കൂടുതലായിട്ട് അങ്ങനെയുള്ള ചിന്തകളിലേക്ക്, വലിയ ചിന്തകളിലേക്ക്, വലിയ ആഴങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ ഈ ജപമാല പ്രയർ ഗ്രൂപ്പ് ഉപകരിക്കുന്നു. അത് ഇതിൻ്റെ ഒരു പ്രവർത്തനത്തിന് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകിയതാണ്. ഇന്ന് 70,000-ലധികം അംഗങ്ങളുള്ള ഈ പ്രാർത്ഥനാ ഗ്രൂപ്പ് ഒത്തിരിയേറെ പ്രാർത്ഥനാ സംരംഭങ്ങൾക്കും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും ഉപാധിയായിട്ട് മാറിയിരിക്കുകയാണ്. ദൈവിക സന്ദേശങ്ങൾ പരസ്പരം പ്രചരിപ്പിക്കുന്നതിനും മാതൃഭക്തിയിൽ വ്യക്തികളെ വളർത്തുന്നതിനും മാതൃഭക്തി പ്രോത്സാഹിപ്പിക്കുന്നതിനും മാതാവിൻ്റെ മാധ്യസ്ഥം വഴി ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ അനേകർക്ക് പകർന്നു നൽകുന്നതിനും ഈ പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉപാധിയായിട്ട് മാറുന്നുണ്ട്. ശക്തമായ പ്രാർത്ഥനയുടെ പിൻബലവുമായി ഒരു ചെറുസംഘം എറണാകുളത്ത് ഇതിന് പിന്നിലുണ്ട്. ഇവരുടെ അതിശയകരമായ അർപ്പണബോധത്തിന് പുറമെ ഏറെ വൈദികരുടെയും സന്യസ്തരുടെയും അർപ്പിതരുടെയും പിന്തുണയും സഹായങ്ങളും ഇവർക്കൊപ്പമുണ്ട്. പ്രാർത്ഥന സമയത്ത് നമുക്ക് ഒരു ചിന്ത നമ്മളിലേക്ക് കടന്നു വന്നത്, ജപമാല പ്രാർത്ഥനയെ പറ്റി ചിന്ത കടന്നു വന്നത്, ഈ പ്രാർത്ഥന ഗ്രൂപ്പിനെ കുറിച്ചുള്ള ചിന്ത കടന്നു വന്നത്, വലിയൊരു ജലസംഭരണിയിൽ നിന്ന് വെള്ളം ചാലുവഴി കൃഷിയിടങ്ങളിലേക്ക് കടന്നു വരുന്നത് പോലെ അനുഗ്രഹത്തിൻ്റെ വലിയ സംഭരണിയിൽ നിന്ന് ജപമാല പ്രാർത്ഥന വഴി ഓരോ മക്കളിലേക്കും അനുഗ്രഹം, ദൈവത്തിൻ്റെ അനുഗ്രഹം വന്നെത്തും എന്ന് ഉള്ളൊരു ഉറച്ച ബോധ്യത്തോടു കൂടെ ആ ഒരു ജപമാല പ്രയർ ഗ്രൂപ്പ് ഫേസ്ബുക്കിൽ ആരംഭിച്ചത്. ആ ആരംഭത്തിലുള്ള ഇത് അനേകര പ്രാർത്ഥന സഹായങ്ങൾ ചോദിച്ചു തുടങ്ങി. ആ പ്രാർത്ഥന സഹായങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്താൻ തുടങ്ങി. അതിങ്ങനെ പ്രാർത്ഥന സമയത്ത് ഇങ്ങനെ ഓരോന്ന് പോസ്റ്റ് ചെയ്ത്, മെസ്സേജ് അയക്കുന്നത് കോപ്പി ചെയ്ത് പോസ്റ്റ് ചെയ്യണമെന്നുള്ള ചിന്തകൾ കടന്നു വന്നു. അങ്ങനെ ചിന്തകൾ കടന്നു വരുമ്പോഴത്തേക്കും അനേകർ വിളിക്കാൻ തുടങ്ങി. അതിനുശേഷം വിളിക്കാൻ തുടങ്ങിയ ഒരു അസ്വസ്ഥതകൾ കൂടിയപ്പോഴത്തേക്കും കൗൺസിലിങ്ങിനുള്ള സൗകര്യങ്ങളെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും പല സിസ്റ്റേഴ്സ്, CMC സിസ്റ്റേഴ്സ് ഉൾപ്പെടെ ഉള്ളവർ ഇതിനെ സഹായിക്കാനായിട്ട് കടന്നു വന്നു. അങ്ങനെ ഒട്ടേറെ നടന്ന വഴികളിൽ ഒട്ടേറെ ദൈവത്തിൻ്റെ കരവലയത്തിലൂടെ കടന്നുപോയ ഒട്ടേറെ അനുഭവങ്ങൾ ഇതിനകത്തുണ്ടായിട്ടുണ്ട്. പ്രാർത്ഥനാ കൂട്ടായ്മകളുടെ പ്രസക്തി വളരെ വലുതാണ്. വ്യക്തികൾക്ക് ശക്തമായ ആത്മീയ ഉണർവ് പകരുവാനും ആത്മീയ മരവിപ്പിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെടുവാനും ഇത്തരം കൂട്ടായ്മകളിലൂടെ ഒരാൾക്ക് സാധിക്കുന്നു. എന്നാൽ ഈ ആധുനിക യുഗത്തിൽ ജോലിയുടെയും വിദ്യാഭ്യാസത്തിൻ്റെയും പ്രത്യേക സാഹചര്യങ്ങളിൽ ഒറ്റപ്പെട്ട ദേശങ്ങളിൽ കഴിയുന്നവരെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ആത്മീയ പിന്തുണ പലപ്പോഴും സാധ്യമല്ല. ഇവിടെയാണ് ജപമാല പ്രയർ ഗ്രൂപ്പ് ശക്തമായി ഇടപെടുന്നത്. വിദേശത്തും സ്വദേശത്തുമുള്ള 10,000-കണക്കിന് പേർ ഈ കൂട്ടായ്മയ്ക്കൊപ്പം ചേർന്ന് നിൽക്കുകയും പ്രാർത്ഥനയിൽ ഒരുമിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ വർഷങ്ങളായിട്ട് മസ്കറ്റിലാണ്. ഹസ്ബൻഡ് അവിടെ ജോലി ചെയ്യുന്നു, കുടുംബമായിട്ട് ഞങ്ങളവിടെ ജീവിക്കുകയാണ്. മക്കൾ പഠിച്ചു, അവരുടെ വിവാഹവും പഠിപ്പും എല്ലാം കഴിഞ്ഞ് ഓരോരുത്തരും ഒരുവിധം
സെറ്റിലായ വിധത്തിലാണ്. അപ്പോൾ ഞാൻ കുടുംബിനി ആയതുകൊണ്ട് എനിക്ക് ഏറെ സമയം കിട്ടാറുണ്ട്. ഇൻ്റർനെറ്റിൽ ഞാൻ അധികം ബ്രൗസ് ചെയ്യും. അങ്ങനെ അതിനുശേഷം ഫേസ്ബുക്കിൽ വരുമ്പോഴത്തേനും ഞാൻ ജപമാല പ്രേ ഗ്രൂപ്പിനെ കാണുകയാണ്. അപ്പോൾ ജപമാല എന്ന പേര് കണ്ടപ്പോൾ തന്നെ എനിക്ക് വലിയ സന്തോഷമായി. ഞാൻ ഉടനെ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചു, കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു. അതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന ഷൈജു ആയിട്ട് സംസാരിക്കാൻ ഇട വന്നിട്ടുണ്ട് നാട്ടിൽ വന്നപ്പോഴൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഏറെ മക്കൾക്ക് പ്രാർത്ഥനാ സഹായം എത്തിക്കുക, ഒപ്പം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ പല തരത്തിലും ഇടപെടാനായിക്കൊണ്ട് സാധിക്കുന്നു, മറ്റുള്ളവരെ ആത്മീയതയിലേക്ക് വളർത്താനായിക്കൊണ്ട് സാധിക്കുന്നു. ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ലോകമെങ്ങും നടന്നു പോയി അല്ലെങ്കിൽ മറ്റു വിധത്തിൽ പോയിട്ട് പറ്റില്ല. മാധ്യമങ്ങളും ഫേസ്ബുക്കിനെ പോലുള്ള മാധ്യമങ്ങളൊക്കെ വലിയൊരു സോഴ്സാണ്. അപ്പോൾ അങ്ങനെ ജപമാല പ്രേ ഗ്രൂപ്പിൽ ഏറെ മെമ്പേഴ്സ് ഉണ്ട്, വളരെയേറെ മെമ്പേഴ്സ് ഒരേ സമയം ഒരേ തലത്തിലിരുന്നിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നാകുമ്പോഴത്തേനും എല്ലാ സമയവും പ്രേ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രേ ഗ്രൂപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ജപമാലയുടെ ശക്തി മാതാവ് എല്ലായിടത്തും എത്തിക്കുന്നുണ്ടെന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. സഭയുടെ ചരിത്രത്തിൽ ആദിമകാലം മുതൽ ഇന്നോളം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില ഇടപെടലുകളും തെറ്റായ പ്രബോധനങ്ങളും വഴിയായി സത്യവിശ്വാസത്തിൽ നിന്നും അകന്നു പോകുന്ന ചിലരുണ്ട്. അന്ധകാരത്തിൻ്റെയും ഭൗതിക സ്വപ്നങ്ങളുടെയും വഴിയിലൂടെ സഞ്ചരിക്കുന്ന അത്തരം അനേകരെ തിരിച്ചു കൊണ്ടുവരുവാനും നേർവഴിയെ നടത്തുവാനും ദൈവം ജപമാല പ്രയർ ഗ്രൂപ്പിനെ ഉപകരണമാക്കിയ അനുഭവങ്ങൾ ശ്രദ്ധേയമാണ്. അതോടൊപ്പം നിരാശയുടെയും വേദനകളുടെയും പാപസാഹചര്യങ്ങളുടെയും വഴികളിൽ ദൈവത്തിൽ നിന്നകന്ന ഏറെ പേരിൽ യഥാർത്ഥ ബോധ്യങ്ങൾ വിതയ്ക്കുവാനും പ്രകാശത്തിലേക്ക് നയിക്കുവാനും ഈ കൂട്ടായ്മ വഴിയൊരുക്കി. ഒട്ടേറെ സഭ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വരെ ഇങ്ങനെയുള്ള ചിന്തകൾ എന്താണ് കൂടുതൽ സഭയിലേക്ക് സഭയുടെ പഠനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുവാനും സഭയിലേക്ക് തിരിച്ചു വരാനുള്ള വലിയ ബോധ്യങ്ങളിലേക്ക് അവർ കടന്നു പോകുന്നുണ്ട്. അത് വ്യക്തിപരമായിട്ട് അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇടവകയിൽ തന്നെ ഇങ്ങനെയുള്ള തെറ്റായ ധ്യാന കേന്ദ്രങ്ങളിലൂടെ തെറ്റായ വഴി തെറ്റായ രീതിയിലേക്ക് നയിക്കുന്ന ധ്യാന കേന്ദ്രങ്ങളിലേക്ക് പോയവരൊക്കെ ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് സഭയിൽ തന്നെ പിടിച്ചു നിർത്തുവാനും തിരിച്ചു കൊണ്ടുവരാനും ഈ പ്രാർത്ഥനാ കൂട്ടായ്മ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് വഴിയുള്ള പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പൊതുവിൽ നിയോഗങ്ങൾ സമർപ്പിച്ചത് വഴിയൊക്കെ സാധിച്ചിട്ടുണ്ട്. അത് ജീവിതത്തിൽ ഞങ്ങളുടെ ഇങ്ങനത്തെ ശുശ്രൂഷകൾക്ക് ദൈവം നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞങ്ങൾ കാണുക. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു സഹോദരി മെസ്സേജ് അയച്ചേക്കുവാണ്. എന്ന് പറഞ്ഞാൽ സഹോദരിക്ക് ജീവിതം മടുത്തു, ഞാൻ മരിക്കാൻ തീരുമാനിച്ചത് ഞാൻ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ രണ്ടുപേരാണ്, എനിക്ക് ആരെങ്കിലോട് സംസാരിക്കണം. അപ്പം അങ്ങനെ സംസാരിക്കാനുള്ള വഴികൾ വരെ ഈ ജപമാല പ്രാർത്ഥന കൂട്ടായ്മ വഴി ഇൻ്റർനെറ്റിൽ ഫേസ്ബുക്ക് വഴി നമുക്ക് ജപമാല പ്രാർത്ഥനയുടെ കൂട്ടായ്മയിലേക്ക് അത് പങ്കുവയ്ക്കുകയും അതിനനുസരിച്ച് ഇവിടെയുള്ള ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെയൊക്കെ നേതൃത്വത്തിൽ കൗൺസിലിങ്ങിന് ഒരുക്കി കൊടുക്കുകയും അവർ ആ തെറ്റായ ആ ചിന്തയിൽ നിന്ന് ഒരു പരിധി വരെ, അത് പൂർണ്ണമായിട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നടന്നതായതുകൊണ്ട് പൂർണ്ണമായിട്ട് നമുക്ക് അതിൻ്റെ ഇത് അറിയില്ല, പക്ഷേ ഒരു പരിധി വരെ ആ ഒരു തെറ്റായ ചിന്തയിൽ നിന്ന് മാറ്റുവാൻ നമുക്ക് സാധിച്ചത് ഈ ഇൻ്റർനെറ്റ് വഴി ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലുള്ള ആൾക്കാർക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തെ അറിയുവാൻ ദൈവം ഒരു മാധ്യമമായിട്ട് ഉപയോഗിച്ചതുകൊണ്ടാണ്. മാർപ്പാപ്പ കഴിഞ്ഞ ദിവസം പറഞ്ഞു ദൈവത്തിൻ്റെ വരദാനമാണ് ഇൻ്റർനെറ്റ്. അപ്പോൾ ആ ഒരു വരദാനത്തിൻ്റെ അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ വളർത്തുന്നു എന്നുള്ളതാണ് എനിക്ക് ഇതിനകത്ത് ഏറ്റവും വലിയ സന്തോഷമായിട്ട് തോന്നിയത്. ജപമാല പ്രയർ ഗ്രൂപ്പിന്റെ ഫേസ്ബുക്കിലെ പ്രവർത്തനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഇതിന്റെ പിന്നണി പ്രവർത്തകരുടെ ആത്മീയ ഇടപെടലുകൾ. ആരോരുമില്ലാത്തവരും അനാഥരുമായ അനേകർക്ക് ആശ്വാസമാകുന്ന ശുശ്രൂഷകളും വചനപ്രഘോഷണവും ഇടവക ധ്യാനങ്ങളും കുട്ടികൾക്കും യുവജനങ്ങൾക്കും വേണ്ടിയുള്ള പ്രത്യേക പരിപാടികളും ജാഗരണ പ്രാർത്ഥനകളും മറ്റുമായി ഈ സംഘാംഗങ്ങൾ ഏവരും തിരക്കിലാണ്. ഇവരുടെ അതിരറ്റ വിധേയത്വത്തിനും അർപ്പണ മനോഭാവത്തിനും പ്രതിഫലമായി ഇവർക്ക് ഓരോരുത്തർക്കും ദൈവം ഏറെ അനുഗ്രഹങ്ങൾ ചൊരിയുകയും തൻ്റെ പ്രിയ മക്കളായി വളർത്തുകയും ചെയ്യുന്നു. ഞങ്ങളെല്ലാ ആഴ്ചയും പ്രാർത്ഥനയിൽ
ഇരുന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾ ഉച്ചയ്ക്ക് കൂടുമ്പോൾ ഇത് വരുന്ന പ്രാർത്ഥനാ നിയോഗങ്ങളും എല്ലാ കാര്യങ്ങളും എടുത്ത് ഞങ്ങൾ ഈശോയുടെ സന്നിധിയിലേക്ക് ജപമാലയിലൊക്കെ ചൊല്ലി സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങളുടെ ആണെങ്കിൽ വ്യക്തിപരമായ ജീവിതത്തിലും എൻ്റെയൊക്കെ ഒത്തിരിയേറെ അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ ജപമാല വഴി പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊക്കെ അസുഖമാണ്, കുറവുകൾ ഒത്തിരിയുണ്ട്. പക്ഷേ ശുശ്രൂഷയൊക്കെ ചെയ്യാൻ എപ്പോഴും ഒരു കരുത്ത് നൽകുക ഈ ഒരു ജപമാല പ്രയർ ഗ്രൂപ്പ് വഴി ഞങ്ങൾക്ക് ഒത്തിരിയേറെ പ്രാർത്ഥന ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളും ധ്യാനത്തിനൊക്കെ ഒത്തിരിയേറെ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പിൽ ഞങ്ങൾ പ്രാർത്ഥന എഴുതിയിടും. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അല്ലെങ്കിൽ പ്രാർത്ഥന ധ്യാനത്തിനൊക്കെ ഒത്തിരി അനുഭവമായിട്ട് പലപ്പോഴും മാറാറുണ്ട്. പിന്നെ ധ്യാനമായിട്ടൊക്കെ കടന്നു ചെല്ലുന്ന അവസരങ്ങളിൽ പലപ്പോഴും കുട്ടികളൊക്കെ ഒത്തിരി പേര് ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ ആയിട്ടുള്ളവർ ലൈക്ക് ചെയ്യാൻ തുടങ്ങി. ഞാൻ ധ്യാനമായിട്ടൊക്കെ ശുശ്രൂഷയ്ക്കായിട്ട് ഒത്തിരി ഏറെ സ്ഥലങ്ങളിൽ കടന്നു ചെല്ലുമ്പോഴും ജപമാല പ്രയർ ഗ്രൂപ്പിൻ്റെ കാര്യം പറയുമ്പോൾ ഒത്തിരിയേറെ മക്കൾ അതിൻ്റെ അകത്ത് അംഗങ്ങളാണ്. ചേട്ടാ ഞങ്ങളതിലുണ്ട്, അവരുടെ ഒരു ഗ്രൂപ്പ് പോലെ. ഞങ്ങൾ ഇവിടെ നിന്നാണൊക്കെ അത് തുടങ്ങിയെങ്കിലും എവിടെ ചെന്ന് ഇപ്പോൾ കേരളത്തിലൊക്കെ ഒത്തിരി സ്ഥലങ്ങളിൽ ചെന്ന് ഞങ്ങൾ ശുശ്രൂഷയ്ക്ക് പോകുമ്പോഴും ജപമാല പ്രയർ ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞാൽ അവരപ്പോൾ പറയും, ചേട്ടാ ഞങ്ങളതിൽ ഉണ്ട്, ഞാനും അതിൽ അംഗമാണെന്ന് വളരെ സന്തോഷത്തോടുകൂടെ അവരുടെ ഒരു ഗ്രൂപ്പാണെന്ന് ആ ഒരു പ്രാർത്ഥനയിൽ അംഗമാണെന്ന് കരുതി പറയുന്നത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. പലയിടത്തൊക്കെ ആണെങ്കിലും നമ്മൾ കത്തോലിക്ക സഭയൊക്കെ പോലെ നമ്മളെവിടെയായിരുന്നാലും ജപമാല പ്രയർ ഗ്രൂപ്പിൽ അംഗമാണെന്ന് പറയുന്ന ഒരു ഇത് എന്താ പറയുക, അതിന് ഒത്തിരിയേറെ സന്തോഷം തോന്നിയിട്ടുണ്ട്. പലപ്പോഴും ഒത്തിരി മക്കൾ അതിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ. അതുപോലെ ഈശോ ഇപ്പോൾ ഒത്തിരിയേറെ പ്രോഗ്രാമുകളും ഇതുവഴിയായിട്ട് ധ്യാനത്തിനും കുട്ടികളുടെ ശുശ്രൂഷകളും യൂത്തിനൊക്കെ വേണ്ടി ധ്യാനങ്ങളൊക്കെ ചെയ്യാൻ ഈശോ അനുവദിക്കുന്നുണ്ട്. അത് ഒത്തിരിയേറെ നന്മയായിട്ട് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു കൂട്ടായ്മയിൽ തുടങ്ങി ഇന്ന് ലോകം മുഴുവനുമുള്ള ഒരു വലിയ കൂട്ടായ്മയായിട്ട് ഈശോ അതിനെ ഉയർത്തിയതിനോർത്ത് ഒത്തിരി നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ വലിയൊരു സംരക്ഷണം എപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിലും ഒക്കെ അനുഭവിക്കാൻ കഴിയുന്നു. ഇനി മുമ്പോട്ട് ശുശ്രൂഷ മേഖലയിൽ ഇവർക്കേറെ സ്വപ്നങ്ങളുണ്ട്. 75,000-ഓളം പേരെ ഒരുമിച്ച് കൂട്ടാൻ ദൈവം അനുവദിച്ചപ്പോൾ സംഭവിച്ച ആത്മീയ വളർച്ച ഏറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്കും ദൈവം നയിക്കും എന്ന ദർശനമാണ് ഷൈജുവിന് ഉള്ളത്. ചില അവസരത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത് ഇവർക്ക് കൂടുതൽ ആത്മവിശ്വാസം പകരുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് എപ്പോഴും ശക്തിയാണ്. എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുടെ ഇടയിലേക്ക് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇറങ്ങുക. ഈ ക്രിസ്മസിൻ്റെ കാലത്ത് നമുക്കൊരു 25 പേർക്ക് അങ്ങനെയുള്ള ഒരു കിറ്റ്, 500 രൂപ അടങ്ങുന്ന ഒരു കിറ്റ്, ക്രിസ്മസ് കിറ്റ്, ക്രിസ്മസിൻ്റെ ദിവസത്തിന് വേണ്ടിയുള്ള ഒരു കിറ്റ്, നക്ഷത്രവും ക്രിസ്മസ് കാർഡും അതിൻ്റെ എല്ലാ ഇതുകളും ഉൾപ്പെടുത്തി ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായി. അത് തുടങ്ങിയപ്പോഴത്തേക്ക് ഇതിനുള്ള സംഭവത്തെ എങ്ങനെ ഉണ്ടാക്കുന്നതല്ല, ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും. പക്ഷേ അവരൊക്കെ അവരുടെ വീടുകളിൽ പോയി നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇതിനുള്ള ഫണ്ട് കണ്ടെത്തുവാൻ, അതിന് ബാക്കി ഫണ്ട് വരുന്ന രീതിയിലേക്ക് ഇത് ചെയ്യാൻ വേണ്ടി, അതുപോലെ എല്ലാവരും തന്നെ പോയി ഇത് വീടുകളിൽ കൊടുക്കുക. അതിന് ഏറ്റവും വലിയൊരു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കിട്ടിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ, പണ്ട് ദേവാലയങ്ങളിൽ നിന്ന് അവരുടെ ആരോഗ്യസ്ഥിതിയിൽ അല്ലെങ്കിൽ അവർ തെറ്റായ രീതിയിൽ ജീവിച്ചിരുന്ന സമയത്ത്, അല്ലെങ്കിൽ അവർ അഹങ്കാരത്തോടു കൂടി ജീവിച്ചിരുന്ന സമയത്ത് പള്ളിയെയും വൈദികരെയൊക്കെ ധിക്കരിച്ച് നടന്നവരുണ്ട്. നമ്മുടെ എല്ലായിടത്തും, നമ്മുടെ സമൂഹങ്ങളിൽ എല്ലായിടത്തും അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർ അവരുടെ രോഗാവസ്ഥയിൽ ചിലപ്പോൾ നമ്മളൊന്നും അവർ പണ്ടിങ്ങനെ ചെയ്തതല്ലേ എന്ന് ഓർത്ത് നമ്മൾ മാറ്റിയിരുത്തിയ ഒട്ടേറെ ആൾക്കാരുണ്ട്. പക്ഷെ അവരുടെ ഇടയിലേക്ക് കർത്താവ് ഇറങ്ങിച്ചെല്ലാൻ പറഞ്ഞൊരു പ്രാർത്ഥന സമയത്ത് തോന്നിച്ചു. ആ ഒരു തോന്നൽ പോയി ഈ വീടുകളിൽ പോയി 4 വീടുകളിൽ പോയ ഒരു അനുഭവം നമുക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ. പറഞ്ഞാൽ നമ്മൾ ധൂർത്തപുത്രൻ്റെ ഉപമ പറയുമ്പോഴത്തേക്ക് അതേപോലെ കാത്തിരിക്കുന്ന ഒരു ദൈവത്തെ അവർ കണ്ടു എന്ന് പറഞ്ഞാൽ അവർ തിരിച്ചു വന്നെന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ട്. പക്ഷേ ആ ഒരു ആഗ്രഹം മനസ്സിലാക്കി അവരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുവാൻ ദൈവം ഞങ്ങൾ ഉപയോഗിച്ചു. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം. എന്ന് പറഞ്ഞാൽ ആ ഒരു അനുഭവം അങ്ങനെയുള്ള മാറ്റങ്ങൾക്ക്, പള്ളിയിലേക്ക് കൂടുതലായിട്ട് അടുക്കുവാൻ തക്ക രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വഴിവഴിച്ചു. അതേപോലെ തന്നെ ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമാണ് പാവപ്പെട്ട ആൾക്കാർക്ക് പലപ്പോഴും നമ്മളൊരു ആംബുലൻസ് വിളിച്ചാൽ പോലും ആംബുലൻസിന് ചിലവ് കൊടുക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. ഇത് സ്വപ്നമാണ്, ദൈവം നമ്മളോട് പറഞ്ഞതാണ്, എങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അത് ദൈവം നടത്തി തരുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഇത് ഒന്നും നമ്മുടെ
കഴിവിലൊന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കഴിവിലുള്ളതൊന്നുമല്ല. ദൈവം നമ്മളിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ കഴിവില്ലായ്മ തിരഞ്ഞെടുത്ത് തന്നെ, നമ്മുടെ കഴിവില്ലായ്മ എന്ന് ലോകത്തിൻ്റെ മുമ്പിൽ നമ്മുടെ കഴിവില്ലായ്മ എന്ന് തോന്നുന്ന ആ കഴിവില്ലായ്മയിൽ ദൈവം പ്രവർത്തിക്കുന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ ഒരു ആംബുലൻസ് എടുത്തും അതും ആഗ്രഹിക്കുന്നത് ഫ്രീ ആയിട്ട് ആംബുലൻസ് സർവീസ് മറ്റുള്ളവർക്ക് എത്തിക്കുക, ഒരു പാവപ്പെട്ട രോഗികൾക്ക് എത്തിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. അതും എൻ്റെ മനസ്സിലുള്ളൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓരോ ദിവസത്തെ ചിലവുകൾ മറ്റുള്ളവരെ കൊണ്ട് വഹിക്കാവുന്ന രീതിയിൽ ഒരു 30ഓ 60ഓ അല്ലെങ്കിൽ അതിൽ കൂടുതൽ അംഗങ്ങളോ ഇതിൻ്റെ ചിലവ് വഹിക്കാൻ തക്ക രീതിയിലേക്ക് മുന്നോട്ട് വരുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. കർത്താവ് ആഗ്രഹിക്കുന്നതാണെങ്കിൽ, കർത്താവിൻ്റെ ഇഷ്ടമുള്ള പദ്ധതിയാണെങ്കിൽ അത് കർത്താവ് നടത്തി തരും. എനിക്ക് ആ ഒരു വിശ്വാസമുണ്ട്. കാലത്തിനും ദേശത്തിനും അനുസൃതമായി ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ നാം തയ്യാറാകുമ്പോൾ ആ ഉദ്യമങ്ങളെ ദൈവം വിശുദ്ധീകരിക്കുകയും നമ്മിലൂടെ ലോകത്തിൽ അത്ഭുതങ്ങൾ അവിടുന്ന് പ്രവർത്തിക്കുകയും ചെയ്യുമെന്നതിന് ജീവിക്കുന്ന ഉദാഹരണമാണ് ഈ കൂട്ടായ്മ. കാലം മാറുകയും മനുഷ്യൻ്റെ രീതികളും ലക്ഷ്യങ്ങളും പരിഷ്കരിക്കപ്പെടുകയും ചെയ്യുമ്പോഴും നാം ആയിരിക്കുന്ന മേഖലയിൽ തൻ്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് നമ്മെ ചേർത്ത് നിർത്തുവാൻ തിരുമനസ്സാകുന്ന ദൈവത്തിൻ്റെ അനന്ത സ്നേഹം ഒരിക്കൽ കൂടി നമ്മുടെ മേൽ വെളിപ്പെടുന്നു ഫേസ്ബുക്കിലെ ജപമാല പ്രയർ ഗ്രൂപ്പിലൂടെ. ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയകളെല്ലാം പലതും തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അവിടെയാണ് പരിശുദ്ധ പിതാക്കന്മാർ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയകൾ നമ്മളെപ്പോഴും നന്മയ്ക്ക് വേണ്ടി, നന്മയുടെ പ്രചാരണത്തിനായി, സുവിശേഷ മൂല്യങ്ങളുടെ പ്രചാരണത്തിനായി, ആത്മീയ വളർച്ചയ്ക്കുള്ള ഉപാധികളാക്കി മാറ്റണമെന്ന് ഉപദേശിക്കുകയും ആ ഉപദേശത്താൽ പ്രേരിതരായി അനേക സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള പ്രാർത്ഥനാ കൂട്ടായ്മകളും സന്ദേശവാഹകങ്ങളായിട്ടുള്ള മീഡിയകളുമെല്ലാം ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ളത്. ഈ അവസരത്തിൽ ഞാൻ ഇവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ കൂട്ടായ്മ ഇനിയും കൂടുതൽ ശക്തി പ്രാപിച്ച് യുവജനങ്ങൾക്ക് ഒന്നിച്ചു ചേരാൻ, ആത്മീയമായി ഒന്നിച്ചു ചേരാൻ, ആത്മീയതയിൽ വളരാനുള്ള ഒരു വലിയ ഉപാധിയായിട്ട് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു.